വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ അറിയാമല്ലോ. വെണ്ടയ്ക്ക, ഉള്ളി ഇല്ലെങ്കിൽ സവോള എടുക്കാം, പച്ചമുളക്. വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇത് ഞാൻ അരിഞ്ഞുകൊണ്ട് വരാവേ. ഇത് വെണ്ടയ്ക്ക കൂടുതലുണ്ടെന്ന് ആരും പറയണ്ട, അത് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തു വെച്ചതാണ്. ഇതിപ്പം ഞാൻ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. ചട്ടി ചൂടാകുമ്പോഴേക്ക് എണ്ണ ഒഴിക്കണം. 1-2 സ്പൂൺ എണ്ണ ഒഴിക്കുക. ചൂടാകുമ്പോഴത്തേക്ക് കടുക്, ഒരു കറിവേപ്പില, ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു നുള്ളു ഉപ്പിടണം. ഉപ്പിട്ടിട്ട് വേണം വെണ്ടയ്ക്ക ഇടാനായിട്ട്. വെണ്ടയ്ക്കായാലും ഒരു വഴുവഴുപ്പുണ്ട്, അത് മാറാൻ വേണ്ടിയാണ്. ഇളക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം, ഒന്ന് വാടി വരാൻ വേണ്ടി. മൂടി തുറന്ന് ഇനി ഇളക്കി കൊടുത്ത് ചെറു തീയിലിട്ട് ഇതൊന്നും തൊടാത്ത രീതിയിൽ ഇളക്കി ഇത് ഉണക്കിയെടുക്കണം. ഇതിപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഒന്നും ഒട്ടാതെ നല്ല ഉണങ്ങിയ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടി തയ്യാറായി. ഇപ്പം ഇതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ. താങ്ക് യു.